അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ക്രിസ്മസ് ആണ്, മോളുടെ ജന്മദിനമാണ്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ഞാൻ ഇന്നലെ നേർന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നെൻ്റെ മോളുടെ ബർത്ത്ഡേ ഒക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ചെറിയൊരു വീഡിയോ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സ്, ഇന്നലെ എല്ലാവരും ക്രിസ്മസൊക്കെ നല്ലവണ്ണം ആഘോഷിച്ചിരിക്കുമല്ലേ. ഇന്നലെ ക്രിസ്മസിനന്ന് എൻ്റെ മോളുടെയും ജന്മദിനമായിരുന്നെന്ന് പറഞ്ഞില്ലേ ഞാൻ. അപ്പോൾ ഞങ്ങൾ വീട്ടിലൊന്നും ഒന്നും ചെയ്തില്ല കേട്ടോ. സിമ്പിളായിട്ട് ഞങ്ങളിവിടെ ഏഞ്ചൽ ഓർഫനേജ് എന്ന് പറയുന്ന ഒരു, ഞാൻ പറഞ്ഞില്ലേ, അവിടെ പോയി അവിടെ കുട്ടികളോട് കൂടി കേക്ക് മുറിക്കുന്നു. ആ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, അത് മോശമല്ലേ. അപ്പോൾ ഞാൻ പോകുന്നില്ല എന്നും പറഞ്ഞിരുന്നപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞു വണ്ടിയുണ്ട് മമ്മിക്ക് വരാമല്ലോ എന്നും പറഞ്ഞ് കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ 5-5:30 മണിയായി, ലേറ്റായി. കാരണം ആ കുഞ്ഞുങ്ങൾക്ക് വേറെ അടുത്ത് നിബന്ധന ഉണ്ടായിരുന്നു. അതായത് ഇവിടെയോ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. അവരവിടെ പോയിട്ടൊക്കെ വരുന്ന വരെ ഞങ്ങൾ കാത്തിരുന്നു. കുഞ്ഞു മക്കൾ, കൊച്ചു മക്കൾ ഈ വീഡിയോ കാണാം. ഭയങ്കര സന്തോഷമായി. കാരണം അവരോട് കൂടി നിന്ന് അവരുടെ ചിരികളും ഒക്കെ ചേർന്ന് നമ്മൾ ആ കേക്ക് മുറിച്ചപ്പോൾ ഉള്ള ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് കാശുകളൊക്കെ കളയുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ പോയി ഇതുപോലെയുള്ള അർഹതപ്പെട്ടവരെ സഹായിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ മോനെന്ന് പറഞ്ഞാൽ മോനെ കൊണ്ടുപോകാത്തതുകൊണ്ടേ ഒരു അച്ഛനെ ഇവിടെ നിന്ന്, ഡാഡി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും കൂടെ വരാൻ പറ്റൂല. എവിടെ പോയിരുന്നാലും ഒന്നീ ഞാൻ അല്ലെങ്കിൽ ഡാഡി ഇവിടെ നിൽക്കണം. അപ്പം അവനെ കൊണ്ടുപോകാത്തതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. അതൊക്കെ രാവിലെ അവൻ എന്നെ വന്ന് മിണ്ടുന്നില്ല അധികം. മറ്റൊരു ഉമ്മയൊക്കെ തരുന്ന കേട്ടോ വന്ന് എണീറ്റ ഉടനെയൊക്കെ, അതൊന്നും തരുന്നില്ല. അങ്ങനെയൊക്കെ ക്രിസ്മസും ഈ വർഷത്തെ ജന്മദിനമൊക്കെ പോയി എൻ്റെ മകളുടെ. അങ്ങനെ അങ്ങ് കടന്നുപോയി. പിന്നെ എൻ്റെ മോൻ്റെ ജന്മദിനം ഫെബ്രുവരിയിലാണ് കേട്ടോ. അന്നേരം ഒരു കേക്ക് മുറിക്കും. അപ്പോൾ കൊച്ച് എണീറ്റൊക്കെ വന്നു. എല്ലാം കഴിഞ്ഞിട്ട് തണുപ്പുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അത് കാരണം ഉറക്കം ഡാഡിയും കിടക്കുന്നു കേട്ടോ. മക്കളൊക്കെ അപ്പുറത്ത് ചേട്ടനും ചേച്ചിയും കിടപ്പുണ്ട്. അപ്പോൾ പതിവ് പോലെ തന്നെ ഞാനൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. പിന്നെ അവരും തന്നെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ. ഞാനിവിടെ നമ്മുടെ കൊച്ചുമക്കളോട് ആഘോഷിക്കുന്ന കേക്ക് മുറിക്കുന്ന ആ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ, ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇടുന്നുമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. പിന്നെ എല്ലാവർക്കും സുഖമാണോ ഫ്രണ്ട്സ്? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കേക്ക് കാട്ടുവേണ്ട വയ്യ. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞു മക്കളായിട്ടാണ് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് കേട്ടോ. അതെ, അപ്പോൾ കേക്കൊക്കെ കൊണ്ടുവന്ന് കട്ട് ചെയ്യുന്നു. খুশি প্লেটটা একটু সরিয়ে দাও, সবাই তাকাও সামনে। আচ্ছা, হ্যাপি বার্থডে একবারে কি আজকে আজকে বার্থডে, আজকে বার্থডে গতবার ছিল দিদির বাড়ি ছিল, কাকুর বার্থডে, দিদির বার্থডে একসঙ্গে হিসাবে বলতে হ্যাপি বার্থডে আঙ্কেল আন্টি সবাই তাকাও। এদিকে আসো, ওখানে দাঁড়িয়েছো তোমরা নিজেরা কথা বলবে না বার্থডে উইশটা হবে?
আঙ্কেল আন্টি দুজনের একসঙ্গে হবে, প্রথমবার বলবে হ্যাপি বার্থডে আঙ্কেল, দ্বিতীয়বার বলবে হ্যাপি বার্থডে আন্টি, ঠিক আছে? कटिंग करो, विश करो बच्चे बच्चे लोग विश करो। टू यू हैप्पी बर्थडे टू यू, 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 हैप्पी बर्थडे टू यू। കൊച്ചിനെ കൊടുക്കടി കൊടുക്ക് കൊടുക്ക് കൊച്ചിനെ കൊടുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്ക മാതി പിള്ളേർക്ക് കൊടുക്കടി പിള്ളേർക്ക് കൊടുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്ക് अच्छा 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 এলাকা থাকিবে ভাই আমি একটু অপারেশন হয়েছে তো গাড়ি ওনে পাতে না যেখানে মেডিকেল ব্যাপার আছে সেখানে ও 7 दिन भी হয়েছে 15 दिन हमको रेस्ट আছে খুশি আছে ভাইয়া খুশি আছে হ্যাপি আছে এগুলো খেলে ভাত খেতে পারবেন না നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ആയിട്ട് നമ്മൾ ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ അപ്പോൾ അവരുടെയും ബർത്ത്ഡേ ആണ് അപ്പോൾ അങ്ങനെ എൻ്റെ മകൾ കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് നമ്മുടെ കുഞ്ഞു മക്കളായിട്ട് ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ച് ക്രിസ്മസിന് ഭക്ഷണമുണ്ട് ഞാൻ വീട്ടിൽ പോകുന്നു എൻ്റെ മക്കളൊക്കെ അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ വരുള്ളൂ കേട്ടോ അല്ലേ എടുക്കുമോ അത് ആ വീഡിയോ അപ്പോൾ ബർത്ത്ഡേ പറ പൊന്നോ ഹാപ്പി ബർത്ത്ഡേ പറ എന്നാ ഹാപ്പി ബർത്ത്ഡേ പറ ഓടിപ്പോ വൈകുന്നേരം കേക്കൊക്കെ കട്ട് ചെയ്യണം വൈകുന്നേരം കേക്ക് കട്ട് ചെയ്യണം ചേച്ചിയുടെ അടുത്ത് പറ ഹാപ്പി ബർത്ത്ഡേ ഉമ്മോട് ഹാപ്പി ബർത്ത്ഡേ മോൻ്റെ ബർത്ത്ഡേ എപ്പോഴാണ് ഫെബ്രുവരി 2 ഇങ്ങോട്ട് വന്നിടാ ഉമ്മോടുത്തേ ഉമ്മ ഹാപ്പി ബർത്ത്ഡേ ചേച്ചി പറഞ്ഞേ ഹാപ്പി ബർത്ത്ഡേ ചേച്ചി പറഞ്ഞേ മോൻ്റെ ചേച്ചിയല്ലേ പറ സീറ്റ് ആ ഹാപ്പി ബർത്ത്ഡേ കൊടുത്ത ഉമ്മ കൊട്ടി ഉമ്മ നമ്മുടെ പൊന്നു ഉമ്മ ആ ഹാപ്പി ബർത്ത്ഡേ ചേച്ചി ഹാപ്പി ബർത്ത്ഡേ ചേച്ചി നമ്മുടെ പൊന്നു ഹാപ്പി ബർത്ത്ഡേ ചേച്ചി ചേച്ചി ഇനി ചേച്ചിയുടെ ജന്മദിനവും ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടാണ് മമ്മി റെഡ് കളർ നീ തൊപ്പി വരും കേക്ക് കൊണ്ടുവരുമ്പോൾ തൊപ്പി വരും അയ്യോ ചേച്ചി ഉമ്മ തന്നെ എൻ്റെ അമ്മയെ ഉമ്മ കൊടുക്കണേ ബോഷോ ഓ ചേച്ചിയുടെ അടുത്ത് ഇരുന്ന വൈകുന്നേരം നമുക്ക് കേക്ക് കട്ട് ചെയ്യുക തൊപ്പിയൊക്കെ ഇട്ട് കേട്ടാ പൊന്നിന് നല്ല കുഞ്ഞു പിള്ളേരൊക്കെ ഇപ്പോൾ കണ്ടിട്ട് വന്നു ആ ചേച്ചി ഫ്രണ്ട്സ് കണ്ടോ കൊച്ചു ചേച്ചിയുടെ ബർത്ത്ഡേ ഇന്നലെ ഒരു ചെറിയ കേക്ക് കേട്ടോ ചെറിയ ഒരു കേക്ക് നമുക്ക് ദീപക്കിനൊക്കെ കൊടുക്കണമല്ലോ അതിനു വേണ്ടി രാത്രി ഒന്ന് മുറിച്ചതെന്നാണ് ഞങ്ങളുടെ വീട്ടിലൊന്നും തന്നെ ഞങ്ങൾക്ക് അതായിരുന്നു സന്തോഷം കേട്ടോ അപ്പം മോന് വേണ്ടി മാത്രം ഒരു ചെറിയ കേക്ക് മുറിച്ചു എന്നല്ലാതെ വീട്ടിൽ വേറെ ഒന്നും ഉണ്ടായില്ല അപ്പോൾ എല്ലാവരും തന്നെ എൻ്റെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക വേറെ ഒന്നും പറയാനില്ല എനിക്ക് കൊച്ചും കിടക്കണം ഹായ് പോലും തരുന്നില്ല ഇന്ന് ഹായ് കൊടുക്കണ്ടി പൊന്നോ കൊച്ചോ ഹായ് കൊടുക്കണ്ടി പൊന്നോ ഹായ് പോലും തരുന്നില്ല ഓ കണ്ടോ എന്തൊക്കെ കാണിക്കുന്നതെന്ന് കണ്ടു അച്ഛനും ചേട്ടനൊക്കെ ഇന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഇങ്ങനെ കിടക്കണം കളിക്കാൻ
എണ്ണ അടിച്ച് അവൻ എല്ലാത്തിൻ്റെ നടുവിലുണ്ടാവുമേ. എല്ലാത്തിൻ്റെ നടുവിൽ എൻ്റെ മോനുണ്ടാവും. കളിക്കുന്നതിനും കഴിക്കുന്നതിനും. ഒരു ഹൈ കൊടുത്തേ, പൊക്കി പിടിച്ചിരിക്കാതെ, കൈ പൊക്കി പിടിച്ചിരിക്കാതെ ഇങ്ങനെ ഒരു ഹൈ എല്ലാ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ കൊടുത്തേ പൊന്നു. ചേട്ടന്മാർക്ക് ചേച്ചിമാർക്കൊക്കെ ഒരു ഹൈ കൊടുത്തേ പൊന്നു. ചക്കരേ പൊന്നാ 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 മമ്മി ഇതേ വീഡിയോ അതിൻ്റെ പാക്കാൻ പോകുന്നു, ഒന്ന് കൊടുത്തേ പൊന്നു. ഇതെന്ത് കിടപ്പാണ് ഇങ്ങനെയൊക്കെ? ചേച്ചി ഇതൊക്കെ മൂടി കിടക്ക് പൊന്നോ. ചോ ഉമ്മ 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 പാവമാണ് കേട്ടോ എൻ്റെ കൊച്ച്, പാവമാണ് എൻ്റെ കൊച്ച്. ഇടക്കിടക്ക് എൻ്റെ അടുത്ത് വരും, ഈ കൈയൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ. മസാജിങ് ഭയങ്കര ഇഷ്ടമാണ് അവന്. മലീസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. അച്ഛൻ കണ്ടില്ലേ മലീസ് ചെയ്ത് കൊടുക്കുന്ന വീഡിയോസൊക്കെ? അച്ഛൻ ഇവിടെ ഉണ്ട്, നോക്കണ്ട. ഉണ്ട് പോയിട്ടില്ല, ഒരിടത്ത് ഒന്നും പോയിട്ടില്ല. ഒന്ന് ഹൈ കൊടുത്തേ, എല്ലാവർക്കും ഒരു ഹൈ കൊടുത്തു. പൊന്നു എന്നെ ശല്യപ്പെടുത്തേണ്ട മമ്മി. ഞാൻ ശല്യപ്പെടുത്തിയോണ്ട് അവിടെ ചെന്ന് കിടക്കുന്നത് കണ്ടോ കിടക്കുന്നത്? വഴക്കിട്ട് കിടക്കുന്ന മമ്മീയുടെ അടുത്ത് ഇപ്പോൾ വലിയ ഒരു മൈൻഡ് ഇല്ലാതെ. മമ്മിയുടെ അടുത്ത് മൈൻഡ് ഇല്ല പൊന്നോ. ഞാൻ ഇവിടെ നിന്ന് ശല്യപ്പെടുത്തിയോണ്ട് അവിടെ ചെന്ന് കിടക്കുന്നത് കണ്ടോ? ഇവിടെ വന്നേ നമ്മുടെ പൊന്ന് മൈൻഡ് ഒരു ഉമ്മ താ മമ്മിക്ക്. ചക്കര ഉമ്മ തന്നെ പൊന്നാ. എന്നാൽ ഞാൻ കാലുവിന് ഉമ്മ കൊടുക്കാം, സ്കൂവിന് ഉമ്മ വേണ്ട. എന്നാ വാ എന്നൊരു ഉമ്മ തന്നെ, മമ്മിക്ക് ഒരു ഉമ്മ തന്നെ. വഴക്കിട്ടില്ലേടാ കള ചുവാന്നി. പറഞ്ഞില്ലേ പാച്ചുമ്മ വായോ. ഞാൻ റെഡ് കളർ മാറണ്ടേ? പൊന്നു ഫുഡൊക്കെ തന്നെ റെഡ് കളർ ഷർട്ട് മാറണ്ടേ? അത് കണ്ടോ, കയ്യിൽ കാലൊക്കെ വെച്ചിട്ട് ഞാൻ വിളിച്ചിട്ട് എണീക്കാത്തത് കണ്ടോ? ഇവന് ഇന്നലെ ഒരു കാര്യം ചെയ്തു ഫ്രണ്ട്സ്. എൻ്റെ മകനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടക്കിടക്ക് ഒരു മസ്തിയാണ്. ഒച്ചയിലൊക്കെ വർത്താനം അവന് വെറുതെ കളിയാകുന്ന ഭയങ്കരമായിട്ട് ഒച്ചയിലൊക്കെ പാട്ട് പാടും. അപ്പോൾ അവൻ ഇന്നലെ ഒച്ചയിലൊക്കെ വിളിച്ച് പാട്ട് പാടി ചെയ്തപ്പോൾ ഇവനെ ഒച്ച എടുത്തത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അത്ര അധികം ഒച്ച എടുത്ത് ഇഷ്ടപ്പെട്ടില്ല. ഇവൻ ചാടി ഒരു എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ്റെ സൗണ്ടിൽ അവൻ്റെ അടുത്ത് പോയി. അവൻ പറഞ്ഞു എന്താ ഒന്ന് നിർത്ത് ചേട്ടാ, ഇത്രയും സൗണ്ട് എടുക്കണ്ടെന്നാണ് അവൻ പറഞ്ഞത് കേട്ടോ. അയ്യോ ഞാനീയും കണ്ടു മോളും കണ്ടു. എന്നിട്ട് എന്നോട് വന്ന് അത് പറഞ്ഞു കേട്ടോ. അവന് ഇത്രയും സൗണ്ടൊന്നും എടുക്കുന്നത് ഇഷ്ടമല്ല. അവനെ വഴക്ക് പറയുന്നതാണ് കാണുന്നത്. കണ്ടോ കിടപ്പ്. ഇവിടെ വന്നേ ഒരു ഹായ് തന്നെ. ഗുഡ് ബോയ്, ഹായ് തന്നെ. ഇവിടെ വരാൻ പറഞ്ഞപ്പോൾ വന്നു, തരൂല. ഇത് വഴക്കിടല്ലടാ, വഴക്കാളിക്കുട്ട, വഴക്കല്ലിടല്ലടാ. എല്ലാ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ ഒരു ഹായ് കൊടുത്തേ. മമ്മി ഇത് വൈൻഡ് അപ്പ് ആക്കാൻ പോകുന്നു. ഇത് പൊന്നിൻ്റെ ആണോ? ഇതൊക്കെ പൊന്നിൻ്റെ ആണോ? ഇതൊക്കെ വെച്ച് കളിക്കാത്ത എന്ത്? കിടപ്പ് കണ്ടോ? അച്ഛൻ കിടക്കുന്നുള്ളതുകൊണ്ടാണ് കിടക്കുന്നത് കേട്ടോ. അച്ഛൻ എണീറ്റാൽ അവനും എണീക്കും. അവിടെ പൊന്നെ ഒളിഞ്ഞൊളിഞ്ഞ് നോക്കണം. വഴക്ക് മാറ്റാതെ ഭയങ്കര വഴക്കാളിയാട്ടോ. അവിടെ ചേട്ടൻ്റെ അടുത്ത് പോയി ചേട്ടൻ്റെ അച്ഛൻ്റെ നടുക്ക് കയറി നിൽക്കുന്നതായി കാണുന്നത് കേട്ടോ. കണ്ടില്ലേ? ചേട്ടൻ്റെ അച്ഛൻ്റെയും നടുക്ക് ഇങ്ങനെ. ഇനി ചേട്ടനും അച്ഛനും ചേച്ചിയൊക്കെ ഉള്ളതുകൊണ്ട് കളിച്ചുകൊണ്ടിരുന്നോളും. അപ്പോൾ അവൻ്റെ ഒരു ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് നാളെ ഞാൻ വരാം, നല്ലൊരു വീഡിയോ ആയിട്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം എൻ്റെ വീഡിയോസ് എല്ലാം കിട്ടും. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.